ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് റാംസിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ കുറേ റാംസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് മെഗാ റാം ഈ ചാലഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് മെഗാ റാമ്പ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അതാണ് ഞെക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറേ റാംസ് ടെസ്റ്റൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കതിലോട്ട് പോവാം. നമ്മളപ്പോൾ സ്പോൺ ആവുന്ന ആദ്യം ഈ സ്ഥലത്തോട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാർ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ആ കാറിൽ കയറി എനിക്ക് റാം ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാറിൽ തന്നെ കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റാം വരുന്നുണ്ട്. ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പാടാണ്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് നമ്മുടെ വണ്ടി ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഓടിച്ച് ഇവിടെ ഇച്ചിരി ചരിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ വണ്ടി താഴെ ആദ്യം തൊട്ട് അവിടുന്ന് ക്ലൈം ചെയ്യണം. നമുക്ക് വേറെ ട്രൈ ചെയ്ത് നോക്കാം. വേറെ റാമ്പുകൾ കുറേ റാംസ് ഉണ്ട്. യെസ്, അപ്പം എൻ്റെ വണ്ടി പൊട്ടിപ്പോയതുകൊണ്ട് വേറൊരു ബൈക്ക് ഞാൻ സ്പോൺ ചെയ്തു. എന്നിട്ട് ഇതൊരു വേറൊരു റാമ്പാണ്, വേറെ ടൈപ്പിലെ റാമ്പാണ്. ഇത് കണ്ടെയ്നർ റാമ്പാണ്. കണ്ടെയ്നറിൻ്റെ മേളിൽ കൂടി പോകണം. ഇച്ചിരി പാടാണ്, ബൈക്ക് ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പാടാണ്. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇച്ചിരി പാടാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീഴുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഓടിച്ച് പോകാൻ പറ്റും. പക്ഷെ ഇച്ചിരി പേടി, വളഞ്ഞോ തിരിഞ്ഞോ പോയാൽ നമ്മൾ താഴെ വീഴും. അങ്ങനെ ഇതിൻ്റെ കുഴപ്പം. കുഴപ്പമില്ല, പോവാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇടയ്ക്ക് വെച്ച് ഗെയിം ഇച്ചിരി ഗ്ലിച്ചായി. നമ്മുടെ വണ്ടി തറയിൽ പോയി. അതുകൊണ്ട് വേറൊരു വണ്ടി ഇവിടെ സ്പോൺ ചെയ്യാം. എനിക്ക് തോന്നുന്നു സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നത് നമ്മുടെ സ്കൂട്ടർ ഉണ്ടല്ലോ, 00000 ഇതടിക്കുമ്പോൾ സ്കൂട്ടർ നമ്മുടെ മുമ്പിൽ സ്പോണാവും. ഇത് നമുക്ക് എടുത്തിട്ട് പോവാം. ഇതിച്ചിരി പാടാൻ ഞാൻ തലതിരിച്ച് വെച്ചുകൊണ്ട് ഇനി ചിലപ്പോൾ തറയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ ഇറങ്ങുവാ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പോൺ ചെയ്യാം. അതായിരിക്കും ബെറ്റർ. ഇച്ചിരി നേരെ നിന്നിട്ട് സ്പോൺ ചെയ്യാൻ നന്നായിട്ട് വരുന്നത്. 000. അയ്യോ, ഇതിച്ചിരി താഴോട്ട് പോയി. കുഴപ്പമില്ല, നമുക്ക് എടുത്ത് പൊക്കി വെക്കാം. യെസ്, നമ്മൾ പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തായിട്ട് ഓടിച്ചു പോയേക്കാം. പോയി ജസ്റ്റ് മിസ്സായെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് റിവേഴ്സ് എടുത്ത് പോയി. ഇനി അടുത്ത കൊല്ലം വണ്ടി എടുത്ത് റാമ്പ് ടെസ്റ്റ് നോക്കാം. അടുത്ത റാമ്പുകളിൽ പോയി നോക്കാം. യെസ്, നമ്മളപ്പോൾ വേറൊരു വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഒരു റാമ്പ് ടെസ്റ്റിനായിട്ട് പോവുക. ഇവിടെ കുറേ റാമ്പുണ്ടപ്പോൾ നല്ല വലിയൊരു റാമ്പിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തേക്ക് കുറേ റാമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള റാംസിലാണ് നമ്മൾ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. ആദ്യം നമുക്കപ്പോൾ ഒന്ന് വീടിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഗെയിമിൽ നമ്മുടെ വീടിൻ്റെ ഹൗസ് കളർ മാറ്റാൻ പറ്റും. അതിന് നമ്മളുടെ RGS ടൂൾ എടുക്കണം മൊബൈലിൽ. എന്നിട്ട് അതിൽ നമ്മൾ ഹൗസ് കളർ, നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ പേരടിക്കണം. ഞാനിപ്പോൾ ഹൗസ് കളർ ബ്ലാക്ക് അടിക്കാം. ഹൗസ് കളർ ബ്ലാക്ക് BLACK ബ്ലാക്ക്. ഞാൻ എന്തോ പറ്റിയെന്ന് എന്തോ ഗ്ലിച്ചായതാണെന്ന് തോന്നുന്നു. ഒന്നും കൂടി അടിച്ചു നോക്കാം നമുക്ക്. ബ്ലാക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിം ഒന്ന് ഗ്ലിച്ചായതാണ്. കാരണം അന്ന് ട്രൈ ചെയ്തപ്പോൾ ഇത് വന്നായിരുന്നു. ഏത് കളർ ഇഷ്ടമുള്ള കളർ അടിക്കാം. ഇതിപ്പോൾ ഗെയിം ഗ്ലിച്ചായി, അതുകൊണ്ട്
അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള റാംസൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ റാംസ് ഉണ്ട്, അത് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ പോകും, ഒതുക്കി ഇങ്ങനെ പറഞ്ഞു പോകാം. ഓ യെസ്, ഇവിടെ നല്ലൊരിതാണ്, അതായത് ഹൗസിൻ്റെ സൈഡിലായിട്ട് തന്നെ. ഓ അപ്പോൾ ഇതിൽ കൂടി നമ്മൾ ചാടിച്ചു ഹൈ സ്പീഡിൽ ഞാൻ വിട്ടു നല്ല ആകാശത്തോട്ട് പറന്നു പോകുന്നുണ്ട് നമ്മുടെ കാർ. ഓ നമ്മളിപ്പോൾ തലയിൽ വീഴുമ്പോൾ തലയും കുത്തി തലയിൽ വീഴുമ്പോൾ നേരെ ഒരു കഥക് പൊട്ടി തലയിൽ. ഇനി അടുത്ത റാംസ് നോക്കാം വേറെ. ഓ ഇവിടെ നല്ല റാമ്പുണ്ട്, ഇതിൽ കയറിയിട്ട് ഓ ഇത് സ്ട്രേറ്റ് ആയിട്ടാണ് അങ്ങനത്തെ ഒരു റാമ്പാണ്. ഓ യെസ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ ടൈപ്പ് റാമ്പുണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓ യെസ്, ഓ നോ, നമ്മൾ ചരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത വണ്ടി ഒപ്പിക്കണം, കാരണം നമ്മുടെ ഈ വണ്ടി പൊട്ടിപ്പോയി. ഇനി അടുത്ത വണ്ടി ഒപ്പിച്ച് അടുത്ത റാംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓ പൊട്ടിപ്പോയി. യെസ്, നമ്മളൊരു വണ്ടി ഒപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു റാമ്പാണ്, ഹ്യൂജ് റാമ്പാണ്. ഈ ബൈക്കിൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ നമ്പർ ഇത് തറയിൽ പോയി. ഇതിൻ്റെ നമ്പർ 9000 നിങ്ങൾക്ക് അടിച്ചത് പോയി. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്, കുഴപ്പമില്ല. നമ്മുടെ വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം വഴി വേറെ റാംസ് കിട്ടുന്നത് നോക്കാം. ഓ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് പോയി നോക്കാം നമുക്ക്. ഓ യെസ്, ഇവിടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അകത്തെത്തി. ഇവിടെ നമുക്ക് ചിലപ്പോൾ ജോലി വല്ലതും കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ബിൽഡിങ്ങും ഹൗസൊക്കെ പണിയുന്നതാണ്. നമുക്കിതിൻ്റെ അകത്ത് കയറി ജോലിക്ക് വേണ്ടി ചോദിച്ചിട്ട് വരാം. നമുക്ക് ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഓ യെസ്, നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ആ ജോലി നടത്തുന്ന ആളുടെ വീടാണിത്. അപ്പം നമ്മൾ കുറേ പേരുണ്ട്, അയാളുടെ വീട്ടിൽ നമ്മൾ ക്വാർട്ടേഴ്സ് പോലെ നിൽക്കുവാണ്. ജോലി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അവിടെ അവരിപ്പോൾ ഒരു വലിയ ബിൽഡിങ് അവരുടെ സ്ഥലത്ത് പണിയുക. അത് അവരുടെ ഓഫീസാണ്. അവർ ദൂരെയുള്ള സ്ഥലത്ത് പോയി ഇതേപോലെ വീടും ഓഫീസും ഒക്കെ പണിയും. അപ്പോൾ അവരുടെ ജോലി എന്നും പറയുമ്പോൾ സിമൻ്റൊക്കെ സെൻഡ് ചെയ്യുന്നതൊക്കെ അവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വന്ന് ജോലിക്ക് ചേരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അയ്യോ ഞാൻ കണ്ടില്ല, ഞാൻ തറയെ വീണ്. അപ്പോൾ എൻ്റെ ഹെൽത്ത് ബാറൊക്കെ ഫുള്ളും കുറയാതായിരിക്കുമോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യാം. കാരണം ഇന്ന് നമ്മൾ ഇവിടെയാണ് തങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ പോകേണ്ടൊക്കെയാണ് ഇവിടെ നിൽക്കും, കാരണം നമ്മുടെ വീട് കുറേ ദൂരെയല്ലേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ അടുത്ത ജോലിക്ക് വേണ്ടി പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തതിന് വല്ല ചാലഞ്ചസ് ഉണ്ടെങ്കിലും ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് അവിടെ ജോലി കിട്ടിയില്ല, അപ്പോൾ അവിടുത്തെ ജോലി പരമായിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.